പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ 3 സഹപാഠികളെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. സഹപാഠികൾ മാനസികമായി പീഡിപ്പിച്ചുവെന്ന അമ്മുവിന്റെ കുടുംബത്തിന്റെ പരാതിയിലാണ് നടപടി. അമ്മുവിനെ കൊലപ്പെടുത്തിയതാണെന്ന് കുടുംബം ആവർത്തിച്ചു. എനിക്കത് അവരെ ചോദ്യം ചെയ്യുന്നതിൽ ദുരൂഹത നീങ്ങുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ നമ്മൾ കോർണർ ചെയ്യാന്നൊക്കെ പറയത്തില്ല, അതുപോലെയാണ് എൻ്റെ കുഞ്ഞിനെ ഇവർ 3 പേരും കൂടെ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ എഴുതുന്ന ഒരാളുടെ കൈയക്ഷം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇതാവത്തില്ല. അത് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് തെളിയിക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ ഇതാക്കാൻ വേണ്ടി മുമ്പിലിട്ട് കൊടുത്തതാണ്. അത് അമ്മ എഴുതിയതല്ലെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. മൊത്തം ഉണ്ടായ 9 പേരും മൊത്തം പേടിച്ച് നമുക്ക് ഇത് എടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സത്യം വെളിപ്പെടുന്നത്. കാരണം അതിനകത്തുള്ള ആൾക്കാരിൽ ആരെങ്കിലും ഒരാളെങ്കിലും പേടിച്ച് സത്യം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 3 എല്ലാവരെയും വിളിച്ച് ഇത് ചെയ്യണം, കസ്റ്റഡി എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം സത്യം പുറത്തു വരണം, അതിനുവേണ്ടിയാണ്, വേറെ ഒരു ഇതുമല്ല. റഫർ ചെയ്തിട്ടും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വൈകിയെന്ന് ദൃക്സാക്ഷി ആരോപിച്ചു. ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലേക്കുള്ള KSU മാർച്ചിൽ സംഘർഷവും ഉണ്ടായി. അഞ്ജന അനിൽകുമാർ ചേരുന്നു. അഞ്ജന, ഇപ്പോൾ 3 സഹപാഠികളുടെ മൊഴി എടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കുടുംബം ആരോപിച്ച വിദ്യാർത്ഥികൾ തന്നെയാണോ? എന്താണ് വിശദാംശങ്ങൾ? വിനീത, പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയായ അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3 സഹപാഠികളെയാണ് പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മു നിരന്തരം പരാതികൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന 3 വിദ്യാർത്ഥികളെ തന്നെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇതിനു മുൻപ് അമ്മുവിന്റെ അച്ഛൻ രേഖാമൂലം പ്രിൻസിപ്പലിനടക്കം പരാതി നൽകിയിട്ടുമുള്ളതാണ് ഈ 3 വിദ്യാർത്ഥികൾക്കെതിരെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്നത്. ഈ ചോദ്യം ചെയ്യലിൽ എന്തായാലും അമ്മുവിന്റെ മാതാപിതാക്കൾക്ക് വളരെയധികം തൃപ്തിയുണ്ട്. തങ്ങളുടെ മകളുടെ മരണത്തിന് പിന്നിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. ഈ വിദ്യാർത്ഥികൾ പല രീതിയിൽ അമ്മുവിനെ ഭീഷണിപ്പെടുത്തുകയും മാനസികമായി വളരെയധികം തളർത്തുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇവർക്ക് എന്തായാലും അമ്മുവിന്റെ മരണത്തിൽ പങ്കുണ്ടെന്നാണ് അമ്മുവിന്റെ അച്ഛനും അമ്മുവിന്റെ സഹോദരനും ആവർത്തിക്കുന്നത്. ഇന്ന് നമുക്കറിയാവുന്നതുപോലെ ഐ ക്വിറ്റ് എന്ന രീതിയിൽ അമ്മുവിന്റെ ഹോസ്റ്റൽ മുറിയിലെ ഒരു വാചകമേറെ ചർച്ചയായിരുന്നു. അത് അമ്മു എഴുതിയതാണ് എന്ന രീതിയിലെല്ലാം തന്നെ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അമ്മുവിന്റെ കൈയക്ഷരമല്ല അത് എന്ന് അമ്മുവിന്റെ ചേട്ടൻ ഉറപ്പിക്കുകയാണ്. അമ്മുവിന്റെ കൈയക്ഷരം അങ്ങനെയല്ല, ഇത്രയും വർഷമായി തങ്ങൾക്ക് പരിചയമുള്ള ഒരു കൈയക്ഷരമാണ് എന്നതടക്കമാണ് അമ്മുവിന്റെ കുടുംബത്തിന്റെ നിലപാട്. എന്തായാലും അപ്പോൾ സംഭവത്തിന് പിന്നിൽ ഒരു ദുരൂഹതയുണ്ട്. കൂടാതെ അമ്മുവിന്റെ ഫോണിന് ഒരു ലോക്ക് ഉള്ളതാണ്. എന്നാൽ ഇപ്പോൾ കിട്ടിയ സമയത്ത് ആ ഫോണിന് ലോക്കില്ല. ആ ലോക്കിന്റെ പാറ്റേൺ അടക്കം അമ്മുവിന്റെ സഹോദരനും അച്ഛനും എല്ലാം പരിചിതമാണ്. അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ അമ്മുവിന്റെ ഫോൺ ആരെങ്കിലും ഈ സംഭവത്തിന് ശേഷം എടുത്തിട്ടുണ്ട്, ഇതിൽ മറ്റൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നതിലടക്കം കുടുംബത്തിന് യാതൊരു സംശയവുമില്ല. ഇന്ന് അമ്മുവിന്റെ ചേട്ടൻ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഇവർക്ക് നീതി കിട്ടുമെന്ന് തന്നെയാണ് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നത്. വിനീത, ശരി, ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ 3 സഹപാഠികളെ ചോദ്യം ചെയ്യുന്നു, കസ്റ്റഡിയിലെടുത്ത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പോലീസ് ദ്രുത